ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രത്യേകിച്ച് റാഫിദി ഷിയാക്കളിൽ അവിശ്വാസികൾ കാഫിറുകളില്ല എന്ന് ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റാഫിദി ഷിയാക്കൾ അവിശ്വാസികളും മുസ്ലിങ്ങളുടെ ശത്രുക്കളുമാണെങ്കിൽ മക്കയിൽ പ്രവേശനം ലഭിക്കുന്നതും ഹജ്ജ് നിർവഹിക്കുന്നതും എങ്ങനെ? ഇതാണ് അവരുടെ ചോദ്യം. കാരണം റാഫിദി ഷിയാക്കൾ ശത്രുക്കളാണെന്നും നമ്മൾ പറയുമ്പോൾ അവരുടെ ചോദ്യം ഇതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം റാഫിദി ഷിയാക്കളിൽ കാഫിറീങ്ങളില്ല, അവിശ്വാസികളില്ല, അവർ മുസ്ലിങ്ങളുടെ ശത്രുക്കളുമല്ല എന്നാണ് അവർ തെറ്റായി മനസ്സിലാക്കുകയും ലോകവ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ആദ്യമായി ഖുർആനിലെ അൽ മാഇദ 82-ാം വചനം, ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ റാഫിദി ഷിയാക്കൾ പോലുള്ള ശിർക്ക് ചെയ്യുന്നവർ ജൂതന്മാരെ പോലെ തന്നെ മുസ്ലിങ്ങളോട് കടുത്ത ശത്രുത പുലർത്തുന്നവരാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സംശയം വേണ്ട, റാഫിദി ഷിയാക്കൾ ജൂതന്മാരെ പോലെ തന്നെ മുസ്ലിങ്ങളോട് കടുത്ത ശത്രുത പുലർത്തുന്നവരാണ്. കാരണം റാഫിദി ഷിയാക്കൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ഈ ആയത്തിൽ പറഞ്ഞത് ജൂതന്മാരും ശിർക്ക് ചെയ്യുന്നവരും മുസ്ലിങ്ങളോട് കടുത്ത ശത്രുത പുലർത്തുന്നവരാണ് എന്നാണ്. ഇതിൻ്റെ ഇപ്പോൾ ലഭ്യമുള്ള, അതായത് റാഫിദി ഷിയാക്കൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവിപ്പുള്ളത് ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന, വധിക്കപ്പെട്ട ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വധിക്കാൻ നേതൃത്വം നൽകിയ ക്രൂരനായ റാഫിദി ഷിയ അലി ഖാംനി അയാളുടെ എക്സിൽ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ അടുത്ത് നടന്ന യുദ്ധം ആരംഭിച്ചത് അലി റളിയല്ലാഹുവിൻ്റെ നാമത്തിലാണ്. കാരണം അവർ അലി റളിയല്ലാഹുവിനാണ് ദിവ്യത്വം കൊടുക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാതെ ഏതൊരു മുസ്ലിമും പഠിച്ചതുപോലെ അള്ളാഹുവിൻ്റെ നാമത്തിലല്ല അലി ഖാംനി യുദ്ധം ആരംഭിച്ചത്. ഇത് ഷിർക്കാണ്, വൻ പാപാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകനിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഇങ്ങനെയല്ലല്ലോ യുദ്ധം ആരംഭിക്കുക. ഇത് അലി റളിയല്ലാഹുവിൻ്റെ നാമത്തിൽ യുദ്ധം ആരംഭിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഷിർക്കാണ്. ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കിയ പൊറുക്കപ്പെടാത്ത പാപം. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, നിശ്ചയമായും തീർച്ചയായും അള്ളാഹു അവനോട് പങ്കു ചേർക്കപ്പെടുന്നത് അഥവാ ഷിർക്ക് ചെയ്യുന്നത് പൊറുക്കുകയില്ല. ഇത് സൂറത്ത് നിസാ 4-ാം അധ്യായം 48-ാം വചനമാണ്. അതേപോലെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഇത് ഷിർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയ, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകത്ത് സ്ഥിരവാസം, അപ്പോൾ എന്താ, സ്വർഗം കാണൂല എന്ന് താക്കീത് ചെയ്യപ്പെട്ട പാപാണ് ഈ ഷിർക്ക്. അള്ളാഹു പറഞ്ഞു, മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുന്നാർ. ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർത്താൽ, ഷിർക്ക് ചെയ്താൽ, അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കി, അവൻ്റെ വാസസ്ഥലം നരകമാവുകയും ചെയ്യും. ഇത് 5-ാം അധ്യായം 72-ാം വചനമാണ്. ഈ ഷിർക്ക് ചെയ്യുന്ന അലി ഖാംനിയാണോ ഷഹീദെന്ന് ഉറപ്പിച്ച് പറയുന്നത്? സയനിസ്റ്റുകൾക്കെതിരെ മിസൈലുകൾ ഉപയോഗിച്ചാൽ ഷിർക്ക് എന്ന സ്വർഗം നിഷിദ്ധമാക്കിയ, നരകത്തിൽ സ്ഥിരവാസമെന്ന് താക്കീത് ചെയ്യപ്പെട്ട പാപം പൊറുക്കില്ലെന്നിരിക്കെ എങ്ങനെ ഷഹീദെന്ന് പറയും? നമുക്ക് ഷെയ്ഖ് അഹ്മദ് ബദ്ഖുൻ ഹഫിദഹുല്ല ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റ് വായിക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം എഴുതിയത്,
ചിലർ പറയും ഇറാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ്, അത് യഹൂദന്മാരോട് യുദ്ധം ചെയ്യുന്നതിനാൽ ഞങ്ങൾ അതിനെ പിന്തുണക്കുന്നു. അല്ലേ? ഭൂരിപക്ഷ സമൂഹവും അവസ്ഥ ഇതാണ്. അദ്ദേഹം ഷേഖ് പറയുന്നു, അവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. ബാറക്കല്ലാഹു ഫീക്കും. സത്യത്തിൽ ഇറാൻ ഒരു റാഫിദി മജൂസി രാഷ്ട്രമാണ്. അതിൻ്റെ കുഫ്റും ഇസ്ലാമിനോടുള്ള ശത്രുതയും യഹൂദന്മാരുടെ കുഫ്റും ശത്രുതയും പോലെ തന്നെ അപകടകരമാണ്. അള്ളാഹു പറയുന്നു, ലതജിദന്ന അശദ്ദന്നാസി അദവ്വതൻ ലില്ലസീന ആമനുൽ യഹൂദ വല്ലസീന അഷ്റകൂ. തീർച്ചയായും വിശ്വാസികളോടുള്ള ശത്രുതയിൽ ഏറ്റവും കടുത്തവരായി നിങ്ങൾ കണ്ടെത്തുക യഹൂദന്മാരെയും ഷിർക്ക് ചെയ്യുന്നവരെയും ആകുന്നു. ഇത് സൂറത്തുൽ മാഇദയിലെ 82-ാം വചനാണ്, 5-ാം അധ്യായം 82-ാം വചനം. ഷേഖ് ഹഫിദുള്ള പറയുന്നു, അതിനാൽ യഹൂദന്മാരും മുശ്രിക്കുകളും മുസ്ലിങ്ങളോടുള്ള ശത്രുതയിൽ ഏറ്റവും കടുത്തവരാണ്. യഹൂദന്മാരുടെ മുസ്ലിങ്ങളോടുള്ള ശത്രുത അതിനെ മുഴുവൻ ലോകവും കണ്ടിട്ടുണ്ട്, ആരും അത് നിഷേധിക്കുന്നില്ല. അല്ലേ? അത് എല്ലാവർക്കും അറിയാം, യഹൂദന്മാരുടെ മുസ്ലിങ്ങളോടുള്ള ശത്രുത. പക്ഷേ ഈ റാഫിദി ഷിയാക്കൾ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഇറാൻ, അതിന് നേതൃത്വം നൽകുന്നവർ, അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് നല്ലത് പറയുന്നത്? അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത്, ലോകവ്യാപകമായി പ്രചരിപ്പിച്ചത് ഈ ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലത്തെ സംഘടനകളാണ്. അവരെ നന്മ എന്താ അവർ പറയാ? അവർ സയനിസ്റ്റുകൾക്കെതിരെയും അമേരിക്കക്കെതിരെയും ശക്തമായി സംസാരിക്കുന്നവരാണ്, പ്രതിഷേധിക്കുന്നവരാണ് എന്ന്. എന്നാൽ ഇതേ റാഫിദി ഷിയാക്കൾ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം, സ്ത്രീകളെ അടക്കം കൊന്നാൽ ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? അവർ അമേരിക്കക്കെതിരെ സംസാരിക്കുന്നുണ്ട്, സയനിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, നമ്മളെ ഈ മുസ്ലിങ്ങളുടെ രക്തത്തിനൊന്നും, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വിലയില്ലേ? അതിനെക്കുറിച്ചൊന്നും പറയൂല, മൗനം പാലിക്കുവർ. അതേപോലെ വിശ്വാസത്തിലെ നിരവധി പ്രശ്നങ്ങൾ, ഇപ്പം വായിച്ച പോലെ അലി കാംനി തന്നെ ഷിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ എക്സിൽ എഴുതിയ കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അത് നരകത്തിൽ സ്ഥിരവാസമാണ് എന്ന് കൊണ്ട് താക്കീത് ചെയ്തതാണ്, സ്വർഗം നിഷിദ്ധമാക്കിയെന്ന് താക്കീത് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവരെന്താ പറയുക? മറ്റേ അമേരിക്കക്കും സയനിസ്റ്റുകൾക്കും എതിരെ സംസാരിക്കുന്നുണ്ട്, ശരിയായ ഇസ്ലാമാണ്, അങ്ങനെയും പറയൂ, ശരിയായ ഇസ്ലാമാണ്, നേതൃത്വം നൽകണം ഇവർ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി ഷെയ്ഖിൻ്റെ തന്നെ വായിക്കാം, ഹഫിദഹുല്ല. മുശ്രിക്കുകളുടെ ശത്രുത അത് എല്ലാ കാലത്തും വ്യക്തമാണ്, ഇന്നും അത് വ്യക്തമായി കാണപ്പെടുന്നു. ഷിർക്കും അന്ധവിശ്വാസവും നിറഞ്ഞ ഭൂമിയായ ഇറാൻ പല മുസ്ലിം രാഷ്ട്രങ്ങളോടും, അല്ലേ, ഇന്നിപ്പോൾ പകൽ വെളിച്ചം പോലെ ക്ലിയറാണ്, വ്യക്തമാണ്, ഗൾഫ് രാജ്യങ്ങളോട് പോലും നടത്തുന്ന അക്രമങ്ങളിൽ അത് വ്യക്തമാകുന്നു. ഇന്നത്തെ റാഫിദികൾ ഷിർക്കും കുഫ്റും മുസ്ലിങ്ങൾക്കെതിരായ യുദ്ധവും സംബന്ധിച്ച് മുശ്രിക് വിഭാഗങ്ങളിൽ ഏറ്റവും അതിരൂക്ഷമായവരിൽപ്പെട്ടവരാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ മുശ്രിക് വിഭാഗങ്ങളിൽ ഏറ്റവും രൂക്ഷമായവരാരാ? മുസ്ലിങ്ങൾക്കെതിരെ ശത്രുതയുള്ളവരാരാ? അത് റാഫിദികളാണ്, റാഫിദി ഷിയാക്കളാണ്. ഈ റാഫിദി ഷിയാക്കൾ 4 അറബ് തലസ്ഥാനങ്ങളെ നിയന്ത്രണത്തിലെടുത്തതും നമ്മൾ മറക്കരുത്. ശരി പറയാണ്, അവിടങ്ങളിൽ അവർ കുഫ്റും ബിദ്അത്തും പ്രചരിപ്പിച്ചു. അപ്പോൾ ഇവരൊരു നാട്ടിലിങ്ങനെ നിയന്ത്രണം എടുത്ത അവരുടെ പരിപാടി എന്താ? ആളുകളെ ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും കൊണ്ടുവരിക, നരകത്തിന് കാരണമാക്കുക മുസ്ലിങ്ങളെ.
അഹ്ലുൽ ബൈത്തിനോട് ആരാധന ചെയ്യാൻ വേണ്ടി അവർ വിളിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത യുദ്ധവും അവർ നടത്തി. അതിനാൽ യഹൂദന്മാരും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം ഷെയ്ഖ് പറയാണ്. ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ. ഷെയ്ഖ് പറയാണ്, യഹൂദന്മാരും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം മുശ്രിക്കുകളും യഹൂദന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ശേഷം ദുആ ചെയ്ത് നിർത്തുകയാണ്. ഷെയ്ഖ് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ ഭൂമികളെ റാഫിദുകളുടെയും യഹൂദന്മാരുടെയും ദോഷത്തിൽ നിന്ന് രക്ഷിക്കണമേ. കാരണം എന്താ, രണ്ടുപേരും ശത്രുക്കളാണ്. അധിക പേരും ധരിച്ചതുപോലെ യഹൂദന്മാർ മാത്രമല്ല ശത്രുക്കൾ, റാഫിദി ഷിയാക്കളും ശത്രുക്കളാണ്. അവരുടെ കുതന്ത്രങ്ങൾ അവരുടെ തന്നെ കഴുത്തിലേക്ക് തിരിച്ചുവിടണമേ. അല്ലാഹുവേ, അവരുടെ തമ്മിലുള്ള ശത്രുത ശക്തമാക്കണമേ. ആമീൻ. അങ്ങനെ ഷെയ്ഖ് ഇവിടെ നിർത്തുകയാണ്. ഇനി രണ്ടാമത്തെ വിഷയം, അവർ ഹജ്ജിന് പോകുന്ന വിഷയം. ഹജ്ജ് നിർവഹിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ സൗദി അറേബ്യയിൽ എത്തുന്നു. ഹജ്ജിന് റാഫിദീങ്ങളിലെ കാഫിറുകളും പോകുന്നുണ്ട് എന്നത് സത്യമാണ്. കാരണം ഇറാനിൽ കാഫിറല്ലാത്ത ഷിയാക്കളും സുന്നികളും ഉണ്ടെന്നുള്ള വസ്തുതയാണ്. ഇവരിൽ പലരും മുസ്ലിങ്ങളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അവരും ഹജ്ജിന് പോകുന്നു. അപ്പോൾ മുസ്ലിങ്ങളും റാഫിദീങ്ങളെ കാഫിറുകളെല്ലാം ഒരുമിച്ചിട്ടാണ് ഹജ്ജിന് പോവുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവിശ്വാസികളായ ചില കാദ്യാനികളും ഹജ്ജിന് പോകുന്നുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് മക്കയിൽ പ്രവേശനം ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിശ്വാസികളായിട്ടും അവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ പറ്റുന്നത്? കാരണം ഔദ്യോഗിക രേഖകളായ പാസ്പോർട്ടിലും വിസയിലുമൊന്നും ആരുടെയും മതമോ വിശ്വാസമോ വ്യക്തമാക്കുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഹജ്ജിന് വരുന്ന എല്ലാവരുടെയും മതം അല്ലെങ്കിൽ വിശ്വാസം മുൻകൂട്ടി തിരിച്ചറിയാൻ പ്രായോഗികമായി സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് കാഫിറുകളായ അവിശ്വാസികളായ റാഫിദീങ്ങളിൽ നിന്നുള്ള അവിശ്വാസികളായ കാഫിറുകളായ കാദ്യാനികളും മക്കയിൽ പ്രവേശിക്കുന്നതും ഹജ്ജ് നിർവഹിക്കുന്നതും. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാ ഷിയാക്കളെയും പണ്ഡിതന്മാർ കാഫിറുകളെന്ന് പറഞ്ഞിട്ടില്ല. റാഫിദീങ്ങളിലും കാഫിറല്ലാത്തവരുണ്ട്. അപ്പോൾ റാഫിദീങ്ങളിലെ കാഫിറുകളാരാ? അവർ ശിർക്ക് ചെയ്യുന്നവരാണ്. അവർ സഹാബത്തിനെ ആക്ഷേപിക്കുന്നവരാണ്. അപ്പോൾ ഇവരെയാണ് മുസ്ലിം പണ്ഡിതന്മാർ ബാറക്കല്ലാഹു ഫീക്കും കാഫിറുകളെന്ന് പറഞ്ഞത്. റാഫിദീങ്ങളിലെ കാഫിറുകൾ എന്ന് പറഞ്ഞത്. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.